തായിഫിലേക്കുള്ള യാത്രയിലാണ്. ജിദ്ദയിൽ നിന്ന് തായിഫിലേക്ക് പോവുകയാണ്. തായിഫ് എല്ലാവർക്കും അറിയാം, തായിഫ് ഒരു ഉയർന്ന പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ തണുപ്പും ഉള്ളൊരു പ്രദേശമാണ്. തായിഫിലെ ചില വ്യത്യസ്തമായ വീഡിയോകളാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. തായിഫ് ഒരു ടൂറിസ്റ്റ് പ്ലേസിനപ്പുറത്തേക്ക് തായിഫിൻ്റെ മലനിരകൾ, തായിഫിൻ്റെ പച്ചപ്പ്, തായിഫിൻ്റെ ചില ഗ്രാമ ഭംഗികളൊക്കെ ശരിക്ക് കാണാനുള്ള കുറേ പ്രദേശങ്ങളാണ് തായിഫ് കാണാൻ ശരിക്ക് ഉള്ളത്. തീർച്ചയായിട്ടും തായിഫിലേക്ക് പലവട്ടം പോയിട്ടുണ്ടെങ്കിലും തായിഫിൽ വ്യത്യസ്തമായ ചിലത് കാണാൻ പറ്റുമോ എന്നുള്ളത് ഈ പോക്കിലൊന്ന് ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. തായിഫിൽ നല്ല മഞ്ഞാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ. മഞ്ഞെന്ന് പറഞ്ഞാൽ കോട മഞ്ഞുണ്ടോ, ഫുള്ള് നമുക്ക് ഇവിടെ ചുറ്റുറങ്ങണം. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കോടങ്ങനെ മൂടിക്കൊണ്ടിരിക്കും. ഏകദേശം ഇപ്പോൾ ഒരു 8 മണിയായിട്ടുള്ളൂ രാത്രി. ഞങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ കാണാറില്ല, ഇവിടെ ഞങ്ങൾ കുറച്ചിന് കയറിയപ്പോഴാണ് ഈ മഞ്ഞ് ചുരത്തിൻ്റെ ഏകദേശം നല്ല മുകളിലെത്തി. ഇവിടെ രാത്രി ആയതുകൊണ്ട് ഇതിന് വലിയൊരു ക്ലിയർ ഉണ്ടാവാൻ സാധ്യതയല്ല, പക്ഷേ നല്ല തണുപ്പുണ്ട്. ഡിഗ്രി തണുപ്പ് ഞാൻ നോക്കിയിട്ടില്ല, നല്ല തണുപ്പാണ്. ഇവിടേക്ക് എത്തുമ്പോൾ പിന്നെ ഇരുട്ടാവുകൊണ്ട് ക്യാമറയിൽ കാണാൻ സാധ്യതയില്ല. നല്ല രസം, നല്ല തണുപ്പും നല്ല കോട ഉണ്ട്. ഇപ്പോൾ നേരത്തെ എനിക്ക് ആ റോഡിൻ്റെ അപ്പുറത്തെ അങ്ങോട്ട് സൈഡൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കാണുന്നില്ല, അവിടെ ഇപ്പോൾ ഫുള്ള് മൂടി, ഒരു ഏരിയ മൂടി ഇങ്ങനെ ഇട്ട് പോകട്ടോ. പിന്നെ തിരിച്ചിട്ടത് ക്ലിയർ ആവും. കുറച്ചും കൂടി കഴിഞ്ഞാൽ വീണ്ടും അതെങ്ങനെയാണ് മൂടി വരും. കണ്ടോ, മഞ്ഞ് പോകുന്നുണ്ടോ. ഓഹോ, തായിഫിലെ മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രി. ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റാണ്. ചുരം കയറിക്കഴിഞ്ഞാൽ ഉടൻ കാണുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഈ കാണുന്നത്. അടിപൊളി ഫ്രൂട്ട്സാണ്, കിടിലം ഫ്രൂട്ട്സ്. തായിഫിലെ ഒരു കുതിര സവാരിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ നമുക്കിതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ ഒരു ഫൗണ്ടെയിൻ പാർക്കൊക്കെ നേരെ ഓപ്പോസിറ്റ് ബാക്കിൽ കാണുന്നുണ്ടല്ലോ. ഇവിടെ ശരിക്ക് കുതിരകൾ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബീച്ച് ബൈക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. രാത്രിയാണ്, അത്ര വലിയ ക്ലിയർ ഒന്നുമില്ല, എന്നാലും നല്ലൊരു പ്രദേശമാണ് ഇവിടെ. അതാണ് ഇവിടെ അടുത്ത് കുതിരകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ കുതിരക്കാരനോട് ഇത് എത്രയാണ് ചോദിച്ചോട്ടെ. 10 റിയാൽ പറയാനുണ്ടാവും. വണ്ടിക്ക് ഇവിടെ ഒരു 15 റിയാൽ, ഒരു 4-5 ആൾക്ക് ഇരുന്നിട്ട് യാത്ര ചെയ്യാം. ഞങ്ങൾ കയറിയ വണ്ടി. തായിഫിലെ റുദഫ് പാർക്കിലാണ്. ശരിക്കും ഇവിടെ നമ്മളൊരു 7:30 ഒക്കെ അങ്ങനെ ഒരു സമയത്ത് വരണം. ഞങ്ങളിവിടെ അടക്കാൻ സമയമായിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ടർ ഫൗണ്ടെയിനും മറ്റുമൊക്കെ ആയിട്ട് നന്നായിട്ട് ഇരുന്ന് നമുക്ക് ഒരു വൈകുന്നേരമൊക്കെ ചിലവാക്കാൻ പറ്റിയ വിശാലമായൊരു പാർക്കാണ്. ഇത്രയും കാണാനുണ്ട്. ഞങ്ങളിപ്പോൾ തലക്ക് വന്ന പോകുന്നതിന് ഇവിടെ മുകളിൽ അടക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു പോകണം. എനിവേ, റുദഫ് പാർക്കിൽ വരികയാണെങ്കിൽ സമയം 7:30 ഒക്കെ വരണം. ആ സമയത്ത് ഇവിടെ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്.
നല്ലൊരു റോദഫ് പാർക്ക് ശരിക്കും തായ്ഫിൽ വന്നാൽ കാണേണ്ട ഒരു സംഭവമാണ്. വളരെ രസകരമായ ഒരു പാർക്ക്, കിടിലൻ പാർക്ക് എന്നൊക്കെ പറയില്ലേ, ആ പാർക്ക് തന്നെയാണ്. കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തായ്ഫിലത്. പക്ഷേ വരേണ്ടത് നമ്മളൊരു മഗ്‌രിബ് കഴിഞ്ഞ ഉടൻ ഒരു 6-7 മണിക്കുള്ളിൽ എത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം, കാണാം. തായ്ഫ് നല്ല തണുപ്പുണ്ട്. നമുക്ക് കൂടുതൽ തായ്ഫിൻ്റെ വിശേഷങ്ങൾ ഇനിയും കാണാനുണ്ട്. നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ റോദഫ് പാർക്കിൽ നിന്ന് ഇറങ്ങി, നമ്മൾ ഇറക്കിയെന്ന് പറയാം, കാരണം നേരം വളരെ വൈകിട്ടുണ്ട്. പാർക്കിൻ്റെ ഗേറ്റാണിത്, ഞങ്ങൾ ഇതിലാണ് കയറിയത് നേരത്തെ. അപ്പോൾ റോദഫ് പാർക്കിൽ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ വരണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ താമസിക്കുന്ന ഒരു സൗദിയുടെ വീട്ടിലാണ്. നേരത്തെ ഞങ്ങൾ വന്നു, അവർ ഫുഡൊക്കെ തന്നതൊക്കെ കഴിച്ചപ്പോൾ പുറത്തിറങ്ങി വീണ്ടും വന്നിട്ടുണ്ട്. സൗദിയുടെ വീട് നമ്മളെ വൈഫിൻ്റെ ഫാദറിൻ്റെ കഫീലാണ്. അപ്പോൾ അദ്ദേഹം വരാൻ പറഞ്ഞു, ഭയങ്കര സ്വീകരണം കേട്ടോ. അപ്പോൾ നമുക്ക് റൂം അടിപൊളി സെറ്റിൽ ബിൽഡിങ്. അപ്പോൾ നമ്മളിനി ഒരു ഉറക്കം. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് കുളിച്ചൊരുങ്ങിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ താമസിച്ചിരുന്നത് സൗദിയുടെ വീട്ടിലായിരുന്നു. വൈഫിൻ്റെ ഫാദറിൻ്റെ ഗഫീലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തായ്ഫിലെ ഒരു ഗ്രാമപ്രദേശം, അധികം തിരക്കൊന്നുമില്ലാത്തൊരു സ്ഥലത്താണ് വീട് ഗ്രാമത്തിലെ വീടൊന്നുമല്ല, വലിയ വീടാണ്. താമസിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഈ മോർണിംഗ് രാവിലെ ഈ തായ്ഫ് എന്തൊക്കെ കാണാനുണ്ട് പോയി നോക്കാം. മോർണിംഗ് വൈബ്സൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി, ഇന്നലെ താമസിച്ച ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേക്കാണ്. അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ ഇന്നലെ താമസിച്ച വീട്. ഇരിക്കുന്നതിൻ്റെ ഇവിടെ തന്നെ കൃഷിത്തോട്ടമൊക്കെ ഉണ്ടോ, എന്തൊക്കെ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. എന്തോ കാബേജൊക്കെയാണ് ഉണ്ട് കൃഷി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് ഇതിലൊക്കെ. വാദി വെജ്ജിലാണ്, വെജ് വാലി എന്ന് പറയുന്ന ഒരു നല്ല രസമുള്ളൊരു സ്ഥലത്താണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വെള്ളം നമ്മളെ നാട്ടിലെ പോലെ ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ വെള്ളം ഒഴുകണത് നമ്മൾ വാദി ബർദാനി വാലിയിൽ പോയെന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ അവിടെ ഇതിനെക്കാട്ടും കുറച്ചും കൂടി വെള്ളം പച്ചപ്പൊക്കെ ഉള്ളൊരു വിശാലം ഏരിയയാണ്. ഇവിടെ പിന്നെ വഴി അതിൻ്റെ അടുത്തിലൂടെ പോകുന്നുണ്ട്. ശരിക്കും തായിഫ് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു അധികം ദൂരമൊന്നുമില്ല, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ. സനായി ഏരിയയിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്നത് 16 മിനിറ്റാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഏകദേശം സിറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ വെജ് വാലിയിലേക്ക് വരാൻ അധികം ഉണ്ടാവില്ല, അധികം സമയം ഉണ്ടാവില്ല. ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. എവിടെ എന്താ എന്താ പോണ് തന്നെ? എന്താണ് ഫിഷോ തന്നെ? നബി താമസിച്ചിരുന്നൊക്കെ പറയുന്ന വീടും നബി ഇരുന്നിരുന്നൊക്കെ തായിഫിൽ നബി താമസിച്ചിരുന്ന വീട് എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു മസ്ജിദൊക്കെ ഉണ്ട് ഇവിടെ, പള്ളിയൊക്കെ ഉണ്ട്. പക്ഷെ ക്ലോസ്ഡാണ് ഇവിടെ. നമ്മൾ ബാക്കൂടെ ഇങ്ങനെ കയറി വരാം. തായിഫ് സിറ്റിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. പഴയ ഒരു കെട്ടിടം, അതിൻ്റെ കുറേ ശേഷിപ്പുകൾ.
പഴയ വീടിൻ്റെ സെറ്റപ്പാണ്. ദൂരെ ഒരു കൃഷിസ്ഥലത്ത് ഞങ്ങൾ ഈ പള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ദൂരെ ഒരു കൃഷിസ്ഥലത്ത് അവിടെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് കൃഷിയുടെ. നബിയുടെ മുകളിലേക്ക് വന്നൊരു കല്ല് തടഞ്ഞു നിർത്തി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ശരിക്കും കുറേ ആളുകൾ വന്നിട്ട് ഇത് കാണാൻ വരികയും ഇത് കണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ പള്ളിയും ഈ അടിയിലുള്ള സെറ്റിൽമെൻറ്റിൻ്റെയൊക്കെ നേരെ മുകളിലാണ്. തായിഫിലെ മറ്റൊരു പള്ളി, ഞാൻ നേരത്തെ കാണിച്ച ആ പള്ളീൻ്റെ അടുത്തെത്തി ഞങ്ങൾ. അലി റളിയല്ലാഹുവിൻ്റെ പള്ളിയാണെന്ന് പറയുന്നത്. അവിടെ എഴുതി വെച്ചത് ചില നബിയുടെ ഓർമ്മകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയുള്ള പള്ളി. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പുകളുണ്ട്, ഒന്ന് കയറി നോക്കാം. നല്ല മരവും ഒരു കോണിയുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കയറാണ്. കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. പട്ടികൾ പഴയ മരമാണ്, ഇപ്പോഴും അതേപോലെ ഒരു പൊട്ടുമില്ലാതെ നിൽക്കുന്നുണ്ട്. ആ പള്ളിയുടെ മുനാരത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കൃഷിത്തോട്ടം. അവിടെ പുല്ലൊക്കെ വെട്ടിയെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന കൃഷിക്കാർ. നേരത്തെ കണ്ട പള്ളിയുടെ മുകളിൽ കയറിയപ്പോൾ അതേപോലെ തന്നെയായിരുന്നു അപ്പുറത്തെ കൃഷിയാണ്. തായിഫിൽ മൊത്തം കൃഷികളാണ് കൂടുതൽ. നല്ല കൃഷിത്തോട്ടങ്ങളുള്ള ഏരിയകളാണ് എല്ലായിടത്തും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്, അങ്ങനത്തെ ഒരു ഭൂപ്രദേശമാണ്. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. പള്ളിയുടെ മുകളിലെ ഒരു വ്യൂ പോയിന്റ്. ബനി സാഹിദിലെ ഒരു പാർക്കിലാണ്. ഒരു മലയുടെ അങ്ങനെ ഒരു ചെരുവിലൊരു പാർക്കാണ്. ഈ മലയുടെ മറ്റു സൈഡിൽ ശരിക്കും ഒന്നുമില്ല. മലയുടെ ഈ ഒരു ചെരുവ് കെട്ടി ഉണ്ടാക്കിയിട്ടൊരു പാർക്ക് പോലെ നല്ല രസമായിട്ടൊരു പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണ്. ഇതിലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇതിലെങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്. ബനി സാഹിദ് ഒരു ഗ്രാമമാണ്. ഒരു ഗ്രാമമാണ്. ചരിത്രപരമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിലതൊക്കെ ഇപ്പോൾ ഭാഗമായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വന്ന് ഒരു ഗ്രാമപ്രദേശത്തിൽ നമ്മുടെ സിറ്റിയുടെ എല്ലാ തിരക്കും ഒഴിവാക്കി ശാന്തമായ സ്ഥലത്ത് ഇരിക്കാമെന്നുള്ളതാണെങ്കിൽ ഇത്തരം പ്രദേശങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. തായിഫിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ സഞ്ചരിക്കേണ്ടതുണ്ട് ബനി സാഹിദിലെത്താൻ. ബനി സാഹിദ് ചെറിയൊരു സിറ്റിയാണ്. നമ്മൾ ഗൂഗിളിൽ ബനി സാഹിദ് എന്ന് അടിച്ചാൽ ഒരു ചെറിയ സിറ്റിയിലേക്ക് എത്തും. പക്ഷെ അവിടേക്ക് പോകുന്ന വഴികളൊക്കെ നല്ല രസമുള്ള വഴികളാണ്.
പെട്ടു. നല്ല മഴയാണ് തായിഫിൽ, റോഡ് ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.